തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഏഴാമതൊരാൾ കൂടി കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് വ്യക്തമായത്. ഗുണ്ടാപിരിവ് വാങ്ങി മദ്യപിക്കാനും ആളെ കൂട്ടി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പണം പിടിച്ചു വാങ്ങാനും ക്രിമിനൽ സംഘം പദ്ധതിയിട്ടിരുന്നതായി പോലീസ് അറിയിച്ചു. മരണസുബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ തന്നെ സ്പാ കൂട്ടബലാത്സംഗത്തിൽ തിരിച്ചറിയാനാകാത്ത ഒരാൾ കൂടി പങ്കാളിയായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പിന്നാലെ അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങളുടെ പരിശോധന കൂടുതൽ സൂക്ഷ്മമായി നടത്തി. ഇതോടെയാണ് സംശയിച്ചതുപോലെ മറ്റൊരാളെ കൂടി പോലീസ് തിരിച്ചറിഞ്ഞത്. CCTVയിൽ കണ്ടെത്തിയ ആൾക്കു വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി കഴിഞ്ഞു. മദ്യപിക്കാൻ ഗുണ്ടാപിരിവിലൂടെ പണം കണ്ടെത്താനുള്ള പദ്ധതിയുമായിട്ടാണ് ക്രിമിനലുകൾ സംഘടിച്ചത്. മദ്യപാനത്തിനും ആഘോഷങ്ങൾക്കും ഗുണ്ടാപിരിവ് പതിവാക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയ മരണസുബിനും സംഘവും പത്തനംതിട്ടയിലെ പല സ്ഥാപനങ്ങളിലും എത്തി പണം പിടിച്ചു പറിക്കാനും ആലോചിച്ചിരുന്നു. ഏഴാം പ്രതിയെ ഉടൻ പിടികൂടാനുള്ള നീക്കങ്ങളിലാണ് അന്വേഷണ സംഘം. അക്രമം നടത്തി ഒളിവിൽ പോയതിന് പിന്നാലെ പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് ലൊക്കേഷൻ തിരിച്ചറിയുന്നതിൽ പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട്. സ്പായിൽ നടന്ന അതിക്രമത്തിൽ കൂടുതൽ ആളുകൾ പങ്കാളിയായിട്ടുണ്ടെന്ന് പരാതിക്കാരിയുടെ മൊഴിയിൽ പറഞ്ഞിരുന്നു. സ്പായിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയിരുന്നുവെന്ന ആരോപണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.